തമ്പാൻ തോമസ് ഫൗണ്ടേഷൻ ഫോർ സോഷ്യലിസം ആൻഡ് ലേബർ എംപവർമെന്റ് പുരസ്കാരം ഗ്രോ വാസുവിന് സമ്മാനിച്ചു. തമ്പാൻ തോമസ് ആണ് പുരസ്കാരം സമർപ്പിച്ചത്. ചടങ്ങ് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പലയിടത്തും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തമ്പാൻ തോമസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള പുരസ്കാരം ഗ്രോ വാസുവിന് സമർപ്പിച്ചു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ തമ്പാൻ തോമസ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. യുവാക്കൾ പോലും ഭയം കൊണ്ട് നിശ്ചലമാവുകയും അനീതിക്കെതിരെ മൗനം അവലംബിക്കുകയും ചെയ്ത സമയത്ത് അനുവദിക്കുമായിരുന്ന ജാമ്യം നിരസിച്ച് ജയിലിൽ പോയ വാസുവേട്ടനെ പോലുള്ളവരാണ് ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ പറഞ്ഞു. വേറൊരു ശബ്ദം കേൾക്കാൻ താല്പര്യമില്ല, എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന നേതാക്കൾ ഉള്ള നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ ജയിലിലടയ്ക്കുന്നു, UPA ചുമത്തുന്നു, അവർക്ക് ജാമ്യമില്ല വകുപ്പുകളാണ് ചേർക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ അതിനെ എതിർക്കാം. പക്ഷെ അത് ഭീഷണിയാണെങ്കിലോ? അങ്ങനെ ഇത്രത്തോളം മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മളുടെ രാജ്യത്ത് നടക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരുടെ മുന്നിൽ മുട്ടുമടക്കാതെ, ആരാണ് മറോഷിതയെ നടത്തി പറഞ്ഞ പോലെ നോക്കാതെ പോരാടുന്ന ഗ്രോ വാസുവേട്ടന്മാർ 10,000 ലക്ഷക്കണക്കിന് നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. 100 വയസ്സ് പിന്നിട്ട സ്വാതന്ത്ര്യ സമര സേനാനി സോഷ്യോ വാസു, അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പീഡനങ്ങൾക്കിരയായ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വിജയരാഘവൻ ചേലിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ NP ചേക്കുട്ടി, അബ്രഹാം മാനുവൽ, PK ദാമോദരൻ, EK ശ്രീനിവാസൻ, K അജിത, KS ഹരിഹരൻ, അഡ്വക്കേറ്റ് വിനോദ് സിംഗ് ചെറിയാൻ, മനോജ് T സാരംഗ്, കായിക്കര ബാബു, അഡ്വക്കേറ്റ് ടോമി മാത്യു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ക്രൂരതകളുടെ വിളയാട്ട കാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലമെന്ന് LD